ഇന്ന് ആറ്റുകാൽ പൊങ്കാല. വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിനങ്ങളിലൊന്ന്. വിശ്വാസങ്ങളും വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ആചാരങ്ങളും കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായി മാറിയ ആറ്റുകാൽ ക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ പൊങ്കാല ആഘോഷങ്ങളുടെ ഒരുക്കം തകൃതിയായി നടക്കുകയാണ്. സ്വന്തം കൈയാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള അവസരമായാണ് ഭക്തർ പൊങ്കാലയെ കണക്കാക്കുന്നത്. മനഃശുദ്ധിയോട് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ദേവിയാണ് ഭക്തർക്ക് ആറ്റുകാലമ്മ. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം മതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ചടങ്ങ് കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. ഇത്രത്തോളം പ്രശസ്തമായ പൊങ്കാല ചടങ്ങ് ഇന്ത്യയിൽ പോലും അപൂർവമെന്ന് പറയാം. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. അവയൊക്കെ ഇങ്ങനെയാണ്. മുല്ലവീട്ടിൽ കാരണവർക്ക് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകിയതിലൂടെ നിർമ്മിച്ച ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രമെന്നാണ് പരക്കെയുള്ള ഒരു വിശ്വാസം. കരമനയാറ്റിൽ കുളിക്കാൻ പോയ മുല്ലവീട്ടിൽ കാരണവർ അവിടെ തേജസാർന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയാവുകയും കുട്ടി കാരണവരോട് ആറുകടക്കാൻ സഹായം ചോദിച്ചപ്പോൾ കാരണവർ കുട്ടിയെ സഹായിക്കുന്നു. കുട്ടിയുടെ അത്ഭുത തേജസ് കണ്ട കാരണവർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. കുട്ടിക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കാനായി വീട്ടുകാരോട് പറഞ്ഞേൽപ്പിച്ചെങ്കിലും ഭക്ഷണം പാകമായപ്പോഴേക്കും കുട്ടി അവിടുന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. അതേ ദിവസം രാത്രിയിൽ തറവാട്ടുകാരനവർക്ക് പകൽ കണ്ട ബാലികയുടെ സ്വപ്ന ദർശനവും ഉണ്ടായി. തൊട്ടടുത്തുള്ള കാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 3 സ്വർണ്ണവരകൾ കാണുമെന്നും അവിടെ തനിക്കായൊരു ഇരിപ്പിടം പണിയണമെന്നുമായിരുന്നു ബാലികാ രൂപത്തിലുള്ള ദേവിയുടെ അരുളപ്പാട്. കാരണവർ സ്ഥലം പരിശോധിച്ചപ്പോഴോ അടയാളം കാണുകയും അവിടെ ദേവിക്കായി ആരാധനാസ്ഥാനം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രമായി പിന്നീട് പുതുക്കി പണിതതെന്നാണ് പറയപ്പെടുന്നത്. കാലമേറെ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുൻകൈയെടുത്താണ് ഇന്ന് കാണുന്ന വിഗ്രഹവും അമ്പലവും പണി കഴിപ്പിച്ചത്. മറ്റൊരു വിശ്വാസം നിലവിലുള്ളത് തമിഴ് സാഹിത്യം ചിലപ്പതികാര കഥയുമായി ബന്ധപ്പെട്ടതാണ്. ഭർത്താവായ കോവിലിന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ധനമെല്ലാം നഷ്ടപ്പെട്ടതോടെ കണ്ണകി എന്ന പതിവ്രതയായ സ്ത്രീക്ക് ഒടുവിൽ തന്റെ ശേഷിച്ച ഏക സ്വത്തായ ചിലമ്പ് വിൽക്കേണ്ടി വരുന്നു. ഭർത്താവിന്റെ പക്കൽ ചിലമ്പ് വിൽക്കാൻ കൊടുത്തുവിട്ട കണ്ണകിക്ക് കേൾക്കേണ്ടി വന്നതോ കോവിലിന്റെ മരണവാർത്തയായിരുന്നു. മധുര രാജ്യം വാണിരുന്ന പാണ്ഡ്യ രാജാവിന്റെ പത്നിയുടെ ചിലമ്പ് മോഷണം പോകുകയായിരുന്നു. കോവിലൻ വിൽക്കാനായി കൊണ്ടുപോയ ചിലമ്പ് റാണിയുടെ ചിലമ്പുമായി സാമ്യമുള്ളതിനാൽ ചിലമ്പ് മോഷ്ടിച്ചെന്നാരോപിച്ചാണ് രാജാവ് കോവിലന് വധശിക്ഷ നൽകിയത്. വിവരമറിഞ്ഞ കണ്ണകി മധുരാപുരിയിലേക്ക് ഓടി. അവൾ തന്റെ പക്കലുണ്ടായിരുന്ന ഒറ്റ ചിലമ്പ് രാജസന്നിധിയിൽ എറിഞ്ഞുടച്ചു. ചിലമ്പിൽ നിന്നും മാണിക്യ കല്ലുകൾ വീണ് ചിതറി. രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി. കാരണം റാണിയുടെ നഷ്ടപ്പെട്ടു പോയ ചിലമ്പിനുള്ളിലെ മണികൾ മുത്തുകൊണ്ടുള്ളതായിരുന്നു. ശരിയായ അന്വേഷണം കൂടാതെ തന്റെ ഭർത്താവിനെ കള്ളനാക്കി വധിച്ച രാജാവിനെ കണ്ണകി ശപിച്ചു. കണ്ണകിയുടെ ചാരിത്രശുദ്ധിയിൽ നിന്നുയർന്ന അഗ്നിയിൽ മധുരയുടെ രാജപ്രതാപങ്ങൾ എരിഞ്ഞടങ്ങുകയായിരുന്നു. കണ്ണകി അതിലൂടെ മുക്തി നേടുകയും ചെയ്തു. എന്നാൽ മധുരയുടെ ദഹനത്തിന് ശേഷം കണ്ണകി ബാലികാ രൂപത്തിൽ കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂർ ലക്ഷ്യമാക്കി വഞ്ചിനാട്ടിലേക്ക് തിരിച്ചെന്നും യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിക്കായി സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ചെന്നും പറയപ്പെടുന്നു. കൊടുങ്ങലിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ വിശ്രമിച്ച കണ്ണകിയാണ് മുല്ലവീട്ടിൽ കാരണവരുടെ സ്വപ്നത്തിൽ ബാലികാ രൂപത്തിൽ വന്നതെന്നും തനിക്കായി ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതെന്നും വിശ്വാസമുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ണകിയുടേതാണ്. അതേസമയം തന്നെ ഭദ്രകാളിയായും ഭഗവതിയായും ഭക്തർ ഇവിടത്തെ ദേവിയെ ആരാധിക്കുന്നു. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ച മുൻപെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസവും 2 നേരം കുളിച്ച് മത്സ്യം, മാംസം, മുട്ട എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൂടാതെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുകയുള്ളൂ. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക എന്നിങ്ങനെ പോകുന്നു ആചാരങ്ങൾ. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശം, വായു, ജലം, അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആനന്ദമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നതെന്നാണ് വിശ്വാസം. കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഈറൻ വസ്ത്രം ധരിച്ച് സൂര്യൻ അഭിമുഖമായി നിന്നാണ് പൊങ്കാല തയ്യാറാക്കേണ്ടത്.